Hello, good morning. So, class continuation. Class strength of electric current in the definition I equals NA EV, right? Where small and 4 the number of electrons per unit volume, A4 area cross section, E4 electron charge, and V4 drift velocity. Look, we have a potential difference offer. This is a conductor, it is named as PQ. So, if electrons in charge direction of current flow, that is from higher potential to lower potential. This is the conductor electron flow. If every potential difference higher potential lower potential. Field in the direction field is directed along the direction in which potential decreases. Equals negative dV by dr പറഞ്ഞപ്പോൾ ഈ നെഗറ്റീവ് സൈൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നോക്കൂ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പി എന്ന് ക്യൂയിലേക്കാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പി എന്ന് ക്യൂയിലേക്കാണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾക്കറിയാം നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ഈ ഇലക്ട്രോണിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ക്യൂവിൽ നിന്ന് പിയിലേക്കായിരിക്കും. അപ്പോൾ higher potential point P യും lower potential point Q യും ആയാൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is from lower potential to higher potential എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ. അഥവാ direction of electric current is opposite to the flow of electrons or direction of motion of electron. Electron flow ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം നിങ്ങൾ കറണ്ടിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. Is that clear? അതിന് ചില ഹിസ്റ്റോറിക്കൽ റീസണും ഉണ്ട്. കാരണം നിങ്ങൾ എന്താ പറയുക പ്ലം പുഡിംഗ് മോഡലൊക്കെ കെമിസ്ട്രിയിൽ പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ഫ്ലൂയിഡ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ എന്നാണ്. അതിന്റെ സ്ട്രക്ചറിൽ തന്നെ പോസിറ്റീവ് ചാർജ്ഡ് ഫ്ലൂയിഡ് എന്നാണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു ഫ്ലോ എന്നാണ്. പക്ഷെ പിൽക്കാലത്ത് മനസ്സിലായത് ഇലക്ട്രോൺസ് ആണ് കണ്ടക്ടറിൽ എന്തിന് കാരണം, പിന്നെ കണ്ടക്ടിവിറ്റിക്ക് കാരണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളത് ഓർത്തോളൂ. നോക്കൂ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് I is equal to NAEV ആണ്, where V4 the drift speed. നമ്മൾ ഈ ഡ്രിഫ്റ്റ് സ്പീഡിനെ കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാക്കാൻ പോവാണ്. But by definition, drift speed is the velocity with which a charge is moving through a material medium under the influence of an external electric field. അത് മീഡിയം എന്തും ആകാം, ഇലക്ട്രോലൈറ്റ് ആകാം, കണ്ടക്ടർ ആകാം, സെമി കണ്ടക്ടർ ആകാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ഒരാൾ മാർക്ക് ചെയ്തു 0. That means that electron is starts from rest. So its initial velocity is 0. Now this electron experiences a force. Right? Let this electron experience a force F. And I electron experiencing a force എങ്ങനെ കണ്ടുപിടിക്കും? Q ചാർജുള്ള ഒരു ചാർജ് പാർട്ടിക്കിൾ ഈ ഫീൽഡിൽ വെക്കുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ Q × E ആണ്. അപ്പൊ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ E എന്ന് എഴുതി പോകണം. ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ ഡയറക്ഷനും കൂടെ വരികയാണെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടേ മതിയാവൂ. കാര്യം ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഫീൽഡ് പിന്ന് ക്യൂയിലോട്ടാണ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ ക്യൂവിൽ നിന്ന് പിയിലേക്കാണ്. അപ്പൊ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ ഈ ഫോഴ്സ് ആണ്. ആറില് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആരാണ്? പാർട്ടിക്കിൾ ആണ്. പാർട്ടിക്കിളിന്റെ മാസ് m ആണ്. എടാ m മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു. നോക്കൂ, m മാസ് ഉള്ള ഒരു ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് E ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ we have this famous relation A equals F by M. F ന്റെ വാല്യൂ E ആണ്. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ തൽക്കാലം എടുത്താൽ മതി. ബൈ M ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇലക്ട്രോൺസ് ക്യൂന്ന് പിയിലൂടെ ട്രാവൽ ചെയ്യുന്നത് അതിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആസ് ദ റിസൾട്ട് ഓഫ് വിച്ച് ഇറ്റ് എക്സ്പീരിയൻസസ് ആൻ ആക്സലറേഷൻ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ആക്സലറേഷൻ ഈസ് E by M.
നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയ ഒരു ആക്സിലറേഷൻ എന്ന് വായിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പൊ ആക്സിലറേഷന്റെ വാല്യൂ E/m ആണ്. ഇത്രയും ആക്സിലറേഷനിലായിരിക്കും ചാർജ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുക. ഇൻട്രസ്റ്റിംഗ്ലി അതും ഇമ്പോർട്ടന്റ് ആണ് അല്ലേടാ. ആക്സിലറേഷൻ E കോൺസ്റ്റന്റ് ആണ്, ഒരു ഗിവൺ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ E കോൺസ്റ്റന്റ് ആണ്, m കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോ ഇതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്, ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഇവൻ ഈ കണ്ടക്ടറിലൂടെ നടത്തും. ഇതൊരു കണ്ടക്ടറാണ്. കണ്ടക്ടറിന്റെ പ്രത്യേകത ബില്യൺസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് there. അപ്പൊ ഈ ഇലക്ട്രോൺ അങ്ങോട്ട് കണ്ടക്ടറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യാതൊരു സംശയവും വേണ്ട. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഹെവി ട്രാഫിക് ഉള്ള ഒരു സിറ്റി റോഡിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന പോലെ ഇരിക്കും. ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ട്. ആരാ ബ്ലോക്ക്? ആറ്റംസ് ഉണ്ട്. ഇവനെന്ത് ചെയ്യും? ആറ്റവുമായി ഫ്രീക്വന്റ് ആയിട്ട് കൊളൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്വല്പം കൈനറ്റിക് തിയറി കഴിഞ്ഞ വർഷത്തെ ഗ്യാസ് മോളിക്യൂൾസിലെ കൈനറ്റിക് തിയറി പഠിച്ചിട്ടുണ്ട്. റാൻഡം മോഷൻ ആണ് ഗ്യാസ് മോളിക്യൂൾസ്. റാൻഡം മോഷൻ നടത്തുമ്പോൾ യോമാരെന്ത് ചെയ്യും? മറ്റ് ഗ്യാസ് മോളിക്യൂളുമായിട്ടും കൊളൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ കൊളൈഡ് വിത്ത് വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ദ ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് കൊളിഷൻ. എടാ, ഒരു കൊളിഷൻ ഇവിടെ നടന്നു. എവിടെ നടന്നു? എയിൽ നടന്നു. ഇവിടെ ഇലക്ട്രോൺ എയിൽ നിന്ന് ട്രാവൽ ചെയ്യാണ്. നമ്മളിപ്പോ ഈ കണ്ടക്ടറിനെ തന്നെ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാൻ തീരുമാനിച്ചു. എയിൽ നിന്ന് ഇലക്ട്രോൺ ട്രാവൽ ചെയ്തു. എവിടെ ട്രാവൽ ചെയ്തു? ബിയിലെത്തി. ബിയിലെത്തിയപ്പോ ഒരു അടുത്ത കൊളിഷൻ സംഭവിച്ചു. എയിൽ നിന്ന് ബിയിലെത്തിയപ്പോ കൊളൈഡ് ചെയ്തു. എയിൽ നിന്ന് ബിയിലെത്താനുള്ള ടൈം ഇന്റർവൽ ഞാൻ ടി എന്ന് മാർക്ക് ചെയ്താൽ this T is called relaxation time, and the distance AB is called AB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അവന് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയുള്ളതേ. So that is called the free path. This is free path, and the time is relaxation time. The time interval between two consecutive collision is defined as relaxation time, and distance between two consecutive collision is called free path. ഇനി നിങ്ങൾക്കറിയാം, ഇവൻ ഏത് ബിയിലെത്തിയപ്പോ ഇനി അതേ ടൈം ഇന്റർവെല്ലിലല്ല അടുത്ത കൊളിഷൻ. ഇത് T1 ടൈം ആണെങ്കിൽ ഇത് T2 ടൈം. ഇനി അടുത്ത ചിലപ്പോൾ T3 ടൈം കഴിഞ്ഞ് കൊളൈഡ് ചെയ്തു, ചിലപ്പോൾ T4 കൊളൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കറിയാം റിലാക്സേഷൻ ടൈം മാറിക്കൊണ്ടേയിരിക്കും. അക്കോർഡിംഗ്ലി ഈ ഫ്രീ പാത്തും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബിയിൽ നിന്ന് നോക്കൂ, ക്യൂയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പിയിലെത്തുമ്പോ ഇവൻ എത്രയെങ്കിലും കൊളിഷൻസിന് വിധേയമായിരിക്കും. സോ ഇൻ ദാറ്റ് കേസ് നോക്കൂ, ഫ്രീ പാത്ത് എപ്പോഴും വേരി ചെയ്തുകൊണ്ടേയിരിക്കും, റിലാക്സേഷൻ ടൈമും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കൊളിഷനിലെ റിലാക്സേഷൻ ടൈം അല്ല അടുത്ത കൊളിഷനിലെ റിലാക്സേഷൻ ടൈം. സോ ഞാൻ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ ഡിഫൈൻ ചെയ്തു E/m. ഇലക്ട്രോൺ സ്റ്റാർട്ട് ചെയ്തത് റെസ്റ്റിൽ നിന്നാണ്. വിത്ത് ആൻ ആക്സിലറേഷൻ എ ആകട്ടെ യൂണിഫോം ആണ്, E/m. ആദ്യത്തെ റിലാക്സേഷൻ ടൈമിനെ ഞാൻ ടോ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. റിലാക്സേഷൻ ടൈമിനെ നമ്മൾ റെപ്രസെന്റ് ടോയാണ്. ഫസ്റ്റ് ടൈം ഇന്റർവൽ ആയതുകൊണ്ട് ടോ1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലെത്തി. നോക്കൂ, എയിൽ നിന്ന് ബിയിലെത്തി. ഈ ടോ1 എന്ന റിലാക്സേഷൻ ടൈം കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺ അക്യൂർ ചെയ്ത വെലോസിറ്റി എത്രയായിരിക്കും? അപ്പോൾ നിങ്ങൾ പറയും ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആ 1Dയിൽ നമ്മുടെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, v = u + at. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് v1, ലെറ്റ് ഇറ്റ് ബി v1 is 0 + E/m into t is τ1. In short, E/m into τ1. So this is v1. Similarly, what is v2? Your answer is E/m. That is the uniform, E/m into τ2. And finally, what is the last one? So Vn is E/m into τn. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഡ്രിഫ്റ്റ് സ്പീഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഡ്രിഫ്റ്റ് സ്പീഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി there we measure the average speed. അപ്പൊ ആവറേജ് സ്പീഡ് ഇവിടെ ഡ്രിഫ്റ്റ് സ്പീഡിന്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം v1 + v2 + etc + vn എടുക്കുക, അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക.
അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആവറേജ് വാല്യൂ കിട്ടും. ഇതിന്റെ ആവറേജ് ഏതിന്റെ? ഓരോ ടൈമും എഴുതണം അല്ലേ? ഇ ബൈ എം കോൺസ്റ്റന്റ് ആണ് അല്ലേ? ടോ 1 പ്ലസ് ടോ 2 പ്ലസ് എക്സെട്രാ പ്ലസ് ടോ എൻ ബൈ എൻ അല്ലേ? എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈമിന്റെ ആവറേജ് വാല്യൂ അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് സ്പീഡിനെ വേണമെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി. ഇ ബൈ എം ഇൻറ്റു ടോ ബാർ. വാട്ട് ഈസ് ടോ ബാർ? It is the average relaxation time. So V average is actually the average velocity with which this electron is traveling through this conductor under the influence of an electric field. So that is defined as the drift speed of an electron. And here it is, its value is E by M into tau bar. Is that clear? Appo, namukku ivide clear ആയി കിട്ടിയ ഒരു സാധനം ഡ്രിഫ്റ്റ് സ്പീഡ് ആണ്. ക്ലിയർ ആണേ? നോക്കൂ, we have I equals NAEV, where V for drift speed, and what's the value of drift speed? It is E by M into tau bar, or that is equal to NA, okay, E squared by M, okay, tau bar into E. And E ഒന്ന് സെപ്പറേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. NA into E squared by M, okay, tau bar. What is E? E for electric field. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ എങ്ങനെയാ റിലേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വി ഹാവ് E ഈക്വൽസ് V by D ആണ്. ഇവിടെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ആണ്. അപ്പോൾ ഇക്ക് പകരം എന്ത് കൊടുക്കാം? വി ബൈ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് എൻ എ ഇ സ്ക്വയേർഡ് ബൈ എം ടോ ബാർ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡിന് പകരം നോക്കൂ, ഇത് ക്യാപിറ്റൽ വി ആണ്. ക്യാപിറ്റൽ വി സ്റ്റാൻഡ്സ് ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് ടെർമിനൽ സ്പീഡുമായി കൺഫ്യൂഷൻ ആകരുത്. അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. വി ഫോർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓർ യു ക്യാൻ റൈറ്റ് I equals N okay E squared tau bar by M into, ഇനി ബാക്കി A ഉണ്ട്, ശരി, പിന്നെന്തുണ്ട്? L ഉണ്ട്, പിന്നെന്തുണ്ട്? ക്യാപിറ്റൽ V. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നോക്കിയേ. ഫോർ എ ഗിവൺ കണ്ടക്ടർ, ഞാൻ നിങ്ങളുടെ മുമ്പില് കോപ്പറിന്റെ എൽ ലെങ്തും എ ഏരിയ ക്രോസ് സെക്ഷനും ഉള്ള ഒരു വയറാണ് എടുത്തു വെച്ചത്. എത്ര ലെങ്തടാ? എൽ ലെങ്ത് എ ഏരിയ ക്രോസ് സെക്ഷൻ. ആരടാ? കോപ്പർ ആണ്. കോപ്പർ ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഫോർ എ ഗിവൺ മെറ്റൽ, ഞാൻ പറയുന്നത് കോപ്പറിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ല സിൽവറിന്, അതല്ല ഗോൾഡിന്. For a given metal is concerned, its electron density is a constant. അപ്പോൾ for a given metal, N is a constant. ഇത് ഇലക്ട്രോണിന്റെ ചാർജ് കോൺസ്റ്റന്റ് ആണ്. മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്. What is tau bar? Tau bar for relaxation time. What is relaxation? Mean value of relaxation time. What is relaxation time? It is the time interval between two consecutive collisions. Remember, for a given temperature, tau bar is a constant. For a constant temperature, tau bar is constant. അപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം. For a given metal or material, N is a constant. And at a constant temperature, relaxation time is constant. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, ഞാൻ തന്ന വയർ, ഞാൻ ഈ ഒരു വയർ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതിന്റെ ലെങ്തും ഏരിയ ക്രോസ് സെക്ഷനും കണ്ടീഷൻ അനുസരിച്ച് മാറാനൊന്നും പറ്റുകയല്ല. എനിക്ക് ഇഷ്ടമുള്ള സെല്ലിനെ ഇവിടെ എടുത്ത് കണക്ട് ചെയ്യാന്നേ. എനിക്ക് 1.5 വോൾട്ട് ഉള്ളത് കണക്ട് ചെയ്യാം, 2 വോൾട്ട് ഉള്ളത്, 2.5 ഉള്ളത്, എനിക്ക് ഇഷ്ടമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്യാം. എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയാലും കോപ്പറിന്റെ നേച്ചർ മാറില്ല, പെൻ മാറില്ല, ഈ എമ്മും മാറില്ല. ടെമ്പറേച്ചർ നിങ്ങൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ tau bar മാറില്ല. For a given wire, A and L are constant. A for area cross section and L for length.
അങ്ങനെയാണെങ്കിൽ ഇത്രയും ടേമിനെ നിങ്ങൾക്ക് for a given material at a constant temperature, actually this term is a constant, or you can write I equals a constant into V, or you can write I directly proportional to V, and this is a famous that is ജോർജ് സൈമനോവ് ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോയെ ഡെഡ്യൂസ് ചെയ്യുക എന്ന ഒരു വലിയ ജോലിയാണ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ നിങ്ങൾ പറയും കറണ്ട് ഫ്ലോയിങ് ത്രൂ I4 current flowing through a metallic conductor is directly proportional to what is the potential difference across its end. Condition ഉണ്ട് at a constant temperature. Constant temperature വന്നാലേ ടോ ബാർ കോൺസ്റ്റന്റ് ആവും. So current flowing through a metallic conductor is directly proportional to potential difference across its end at a constant temperature. That is important. And interestingly, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഞാൻ ആൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു തവണ വീഡിയോ ഒന്ന് പിന്നെ ലെക്ചറിൽ മാത്രം ഫോക്കസ് ചെയ്യുക, രണ്ടാമത് നിങ്ങൾ കാണുമ്പോൾ മാത്രം എൻ്റെ നോട്ട്സിലേക്ക് വന്നാൽ മതിയാവും. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ഞാനിതിനെ ഒന്ന് മാറ്റി എഴുതുകയാണ്. Or we can write I equals a constant 1 by R into V, where this R is called resistance of a conductor. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ്, വേർ ആർ ഫോർ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ 1 by R. And this term 1 by R is called reciprocal of resistance, called conductance. അതിനെ വിളിക്കുന്ന പേര് കണ്ടക്ടൻസ് എന്നാണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് called conductance. എടാ ഞാൻ നമുക്ക് ഇതിൽ ആദ്യം ഫോക്കസ് ചെയ്യാം. അല്ലേടാ 1 by R ആണ് കിട്ടിയത്, 1 by R. അപ്പൊ R നമ്മൾ R എഴുതും അല്ലേ. ഇത് 1 by R ആണെങ്കിൽ ആറിന്റെ വാല്യൂ m divided by n is square tau bar into L by E. Right? This term 1 by R ആണ്. So R ന്റെ വാല്യൂ ഞാൻ എഴുതി m divided by n is square tau bar into L by E. നോക്കൂ, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ തീരുമാനിക്കുന്നത് ഈ ടേമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യും. എടാ m4 മാസ് ഓഫ് ഇലക്ട്രോൺ അതൊരു കോൺസ്റ്റന്റ് ടേം ആണ്. E4 ഇലക്ട്രോണിന്റെ ചാർജ് അതും കോൺസ്റ്റന്റ് ആണ്. പക്ഷേ മെറ്റൽ ടു മെറ്റൽ വേരി ചെയ്യും. എന്ത് വേരി ചെയ്യും? n വേരി ചെയ്യും. എന്താണ് n? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ എനിക്ക് മനസ്സിലായത് മെറ്റലിന്റെ നേച്ചർ മാറിയാൽ റെസിസ്റ്റൻസ് മാറും എന്ന് പറഞ്ഞാൽ ഇവിടെ L ലെങ്തും ഏരിയ ക്രോസ് സെക്ഷനുള്ള കോപ്പർ വയറിന് വേറെ ഞാൻ സിൽവർ വയർ എടുത്തു വെച്ചിരുന്നാൽ റെസിസ്റ്റൻസ് വേറെ ആയിരിക്കും. അപ്പം റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ, then it depends on temperature. That is good. കാരണം ടെമ്പറേച്ചർ വേരി ചെയ്താൽ റിലാക്സേഷൻ ടൈം വേരി ചെയ്യും. അതെന്താ കാര്യം? ടെമ്പറേച്ചറും റിലാക്സേഷൻ ടൈമുമായിട്ടുള്ളൊരു ബന്ധം. ടെമ്പറേച്ചർ എങ്ങനെ റിലാക്സേഷൻ ടൈമുമായിട്ടുള്ള ബന്ധം? ടെമ്പറേച്ചർ കൂടിയെന്നേ, ടെമ്പറേച്ചർ കൂടി നമ്മുടെ ക്ലാസ് റൂമിലേ നീ അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ക്ലാസ് റൂമിലേ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് മെറ്റൽ ബെഞ്ചിലാണ്, ഫ്ലോറും മെറ്റലാണ്. ഈ ചാപ്റ്ററൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ടീച്ചേഴ്സിന് തോന്നുന്നൊരു ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെ ക്ലാസ്സിലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എനിക്കും തോന്നാറുണ്ട് നിങ്ങളിരിക്കുന്നത് മെറ്റൽ ബെഞ്ചിലാണ്, ഫ്ലോറും മെറ്റലാണ്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഞാൻ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് അടിയിൽ തീ ഇട്ടു. അത് അടുത്ത ക്ലാസ്സിനകത്താണ് ഇടാറുള്ളത് അല്ലേ? ഇതിൽ അത്രയും ദേഷ്യമില്ല, അതുകൊണ്ട് ഞാൻ താഴെ പോയി തീ ഇട്ടു കഴിഞ്ഞാൽ രസമായിരിക്കും അല്ലേടാ. ആ മെറ്റൽ ഫ്ലോറാണ്, മെറ്റൽ ബെഞ്ചാണ്, നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബെഞ്ച് ഇരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അങ്ങോട്ട് എഴുന്നേറ്റ് ഓട്ടം തുടങ്ങും. എങ്ങനെ ഓടുകൂടാ? ക്ലോക്ക് വൈസിൽ ആന്റി ക്ലോക്ക് വൈസിൽ അങ്ങനെയൊന്നും ഇല്ലല്ലേ, തോന്നി അടുത്തോട്ട് ഓടും. ഞാൻ ക്ലാസ് ലോക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്, അപ്പൊ ക്ലാസ്സിനകത്ത് കിടന്ന് ഓടാനേ പറ്റൂ. റാൻഡം മോഷൻ ആണ്. റാൻഡം മോഷൻ വന്നാൽ കൂട്ടിയിടി, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂട്ടിയിടിയുടെ അളവ് കൂടും. റേറ്റ് കൂടിയാൽ കൂട്ടിയിടി ഫ്രീക്വന്റ് ആയി നടന്നുകൊണ്ടിരുന്ന റിലാക്സേഷൻ ടൈം
കുറഞ്ഞുകൊണ്ടേയിരിക്കും. ടൈം ഇന്റർവെൽ ഇല്ലടാ, റിലാക്സ് ചെയ്യാനൊന്നും സമയമില്ല, കൂട്ടിയിടിയോട് കൂട്ടിയിടി. അപ്പൊ നിനക്ക് മനസ്സിലായി, ടൈം കൂടിയാൽ ടെമ്പറേച്ചർ കൂടിയാൽ റിലാക്സേഷൻ ടൈം കുറയും. എടാ റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ ഒരു മെറ്റലിന്റെ ഒരു പ്രത്യേകത മനസ്സിലായി, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. ഇത് നമ്മൾ പിന്നീട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഫോർ എ മെറ്റൽ ഹാസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. ഇനി കേട്ടോ, ഞാൻ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം. റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറായിട്ട് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യമുണ്ട്. ഒന്ന് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓർ മെറ്റൽ, ഓക്കെ, ദെൻ റിലാക്സേഷൻ ടൈം. അത് ക്ലിയർ ആയി മനസ്സിലായി. ഇനി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എല്ലുവേയും. അവന്മാർ ആരടാ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാടാ, എല്ലുവേയും ഒരാളുടെ ലെങ്തും ഏരിയ ക്രോസ് സെക്ഷൻ ജോമെട്രിയാണ്, ജോമെട്രിക്കൽ പാരാമീറ്റേഴ്സ് ആണ്. അപ്പോ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏരിയ ക്രോസ് സെക്ഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണം? ലെങ്ത് കൂടിയാൽ ആർ കൂടും, ലെങ്ത് കൂടിയാൽ. ഏരിയ ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഐഡിയ സിമ്പിൾ ആണ്. നമ്മുടെ ഒരു വാട്ടർ ക്യാരി ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ കൂടിയാൽ ദാറ്റ് ഇസ് ഓൾ. വാട്ടറിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. കണ്ടക്ടൻസ് കൂടുതലായിരിക്കും, അഥവാ റെസിസ്റ്റൻസ് കുറയും. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് ഈ കണ്ടക്ടൻസ്. ഇപ്പൊ പൈപ്പിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ കൂട്ടിക്കൊടുത്താൽ മതിയാവും അല്ലേ? നിങ്ങൾ എന്താ പറയുക, റോഡിന്റെ വീതി കൂടിയാല് വെഹിക്കിൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന പോലെ, അത്രയേ ഉള്ളൂ. ഏരിയ ക്രോസ് സെക്ഷൻ കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ട്രാഫിക് ജാം കുറയും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അത് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, റിലാക്സേഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡയറക്ട്ലി പ്രിപ്പോർഷണൽ ടു ലെങ്ത് ആണ്, ആൻഡ് ഇൻവേഴ്സ്ലി പ്രിപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്കഷനിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു സ്പെസിമെൻ, ഫോർ എക്സാമ്പിൾ കോപ്പർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിന്റെ ഡിഫറെന്റ് ലെങ്തും ഡിഫറെന്റ് ഏരിയ ക്രോസ് സെക്ഷനുമുള്ള കുറെ വയേഴ്സ് ഉണ്ട്. നോക്കൂ, ഞാൻ ഒരേ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു കോപ്പർ വയറുമായിട്ട് വരണം. അവിടെ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന കോപ്പർ വയറിനെ കട്ട് ചെയ്തുകൊണ്ട് വരും. ചിലവൻ ചെറിയ ലെങ്ത്തിൽ കട്ട് ചെയ്തുകൊണ്ട് വരും, ചിലവൻ കുറച്ച് നീളത്തിനെടുക്കും. ഇനി പല വയറിനും പല ഏരിയ ക്രോസ് സെക്ഷനുമാണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദേ ഡിഫർ ഇൻ ടേംസ് ഓഫ് ലെങ്തും ഏരിയ ക്രോസ് സെക്ഷനും ആയാൽ മിക്കവാണെങ്കിൽ ഇതിന് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഒരു ഫോർ എ ഗിവൺ മെറ്റീരിയൽ എം കോൺസ്റ്റന്റ് ആണ്, ഇ കോൺസ്റ്റന്റ് ആണ്, എൻ കോൺസ്റ്റന്റ് ആവും. കോപ്പർ ആണെങ്കിൽ ഫോർ എ ഗിവൺ മെറ്റീരിയൽ, ഫോർ എ ഗിവൺ മെറ്റൽ എൻ ഈസ് എ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ ഞാൻ കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ ടോ ബാർ കോൺസ്റ്റന്റ്. Now you can write R is equal to ഇത്രയും ടേം. ഇപ്പോ ഇത്രയും ടേം എന്നായിട കോൺസ്റ്റന്റ് ആയി. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഞാൻ കോപ്പറിന്റെ വയർ മാത്രമേ എടുത്തുള്ളൂ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി. അപ്പൊ ഇത്രയും ടേം എന്താകും? കോൺസ്റ്റന്റ് ആകും. നിങ്ങൾ എല്ലാവരും കൊണ്ടുവന്നാലും ഈ ഒരു ടേം കോൺസ്റ്റന്റ് ആണ്. ബട്ട് നിങ്ങൾ കൊണ്ടുവന്ന കോപ്പർ വയർ ഡിഫർ ഇൻ ടേംസ് ഓഫ് ലെങ്ത് ആൻഡ് ഡിഫർ ഇൻ ടേംസ് ഓഫ് ഏരിയ ക്രോസ് സെക്ഷൻ. വേർ ദിസ് റോ ഈസ് കാൾഡ്, നമ്മളൊരു പുതിയ കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു. റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. നോക്കൂ, ഇതൊരു റെസിസ്റ്റിവിറ്റിയാണ്. ഈ റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ റോയാണ്. റോയുടെ വാല്യൂ എന്തെല്ലാം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ m/n² ടോ ബാർ ആണ്. അപ്പൊ മനസ്സിലായി, വയറിന്റെ ലെങ്തും ഏരിയ ക്രോസ് സെക്ഷനും മാറിയാൽ റോ മാറില്ല. റെസിസ്റ്റൻസ് ലെങ്തും ഏരിയ മാറിയാൽ മാറും. പക്ഷെ റെസിസ്റ്റിവിറ്റിയിൽ ആ രണ്ട് ടേം ഇല്ല. അപ്പൊ ജോമെട്രിക് ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ റെസിസ്റ്റിവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇലക്ട്രോണിന്റെ മാസും ഇലക്ട്രോണിന്റെ ചാർജും കോൺസ്റ്റന്റ് ആണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. n എന്തുവാണ്? നേച്ചർ ഓഫ് മെറ്റീരിയൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, മെറ്റീരിയൽ ടു മെറ്റീരിയൽ റെസിസ്റ്റിവിറ്റി വേരി ചെയ്യും. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. വെച്ചാൽ റിലാക്സേഷൻ ടൈം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ റെസിസ്റ്റിവിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ. But remember, the resistance depends on the nature of the material, temperature, length, and area of cross section. Is that clear? അപ്പോ ഈ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്. നോക്കൂ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്.
റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ കണ്ടക്ടൻസ് ആണ്. അവന്റെ യൂണിറ്റ് Ω⁻⁻1 ആണ്. ഈ Ω⁻⁻1 എന്ന് എഴുതാതെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എനിക്ക് ഓമിനെ തിരിച്ചങ്ങ് എഴുതിയാലും മതി. MHO. അപ്പോൾ ഒരൊക്കെ സംശയം, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഇതാണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. എന്താണ്? R = ρ × or ρ = RA/L തന്നെടാ. ആണോടാ? ഇങ്ങോട്ട് നോക്ക്. R = ρ × L/A ആണ്. അപ്പോൾ റോയ്ക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയ RA/L ആണ്. R ഓം ആണ്, മീറ്റർ സ്ക്വയർ ആണ്, ബൈ മീറ്റർ ആണ്. അപ്പൊ നിങ്ങളുടെ ആൻസർ ഓം മീറ്റർ ആണ്. എന്തിന്റെ യൂണിറ്റ്? റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഒരാൾ ചോദിച്ചു റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ കണ്ടക്ടൻസ് ആണ്. അപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ കണ്ടക്ടിവിറ്റി ആണ്. യൂണിറ്റ് Ω⁻⁻1 M⁻⁻1 or mho m⁻⁻1. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും. അഥവാ നമ്മൾ ഓംസ് ലോയെ ഡെഡ്യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ജോലിയാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. നോക്കൂ, നമ്മുടെ അടുത്ത ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് EMF ആണ്. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് EMF-ഉം പൊട്ടൻഷ്യൽ ഡിഫറൻസും. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് ടേമുകൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നിൽക്കുന്ന നല്ലൊരു വർക്കാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായി നിങ്ങൾ ആദ്യം ഒരു തവണ ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ തവണ മാത്രം നിങ്ങൾ ഇതിന്റെ നോട്ട്സ് എഴുതാനായിട്ട് തയ്യാറെടുക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ബൈ.